നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ചില്ലറയില്ലേ? എന്റെ കയ്യിൽ ചില്ലറൊന്നുമില്ല. എന്റെ പൊന്നു മോളെ കൈനീട്ടോ. എനിക്ക് കൃത്യമായിട്ടുള്ള പൈസ തരണം. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ ചേട്ടാ? ഇതൊന്നും എടുത്ത് കയ്യിൽ വെക്കാതെയാണോ ഇത്രയും നേരം വാചകം അടിച്ചുകൊണ്ടിരുന്നത്? ടെൻഷൻ ആവണ്ട. ഇറങ്ങ പെട്ടെന്ന് ഇറങ്ങ. ഇത്രയും നേരം കൂടെ ഇരുന്നതിന് നമ്മൾ ദൃഷ്ടി ഒഴിഞ്ഞിടേണ്ടി വരും. എത്ര ചേട്ടാ? എന്റെ പൈസ ആരും കൊടുക്കണ്ട, ഞാൻ കൊടുത്തോളാം. അല്ലെങ്കിൽ തന്നെ നിന്റെ പൈസ കൊടുക്കാൻ എനിക്ക് എന്താ ഭ്രാന്തുണ്ടോ? തന്റെ സംസാരം പ്രവൃത്തിയും കണ്ടാലേ ഭ്രാന്തുണ്ടെന്നാ തോന്നുക. നിനക്കോ ഭ്രാന്ത്? എന്റെ അമ്മയോട് പറഞ്ഞാണല്ലോ ഇടിച്ച് ഞാൻ പരുത്തിക്കളയും. ആരെടി നീ ഇടിക്കുന്നേ? നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ അച്ഛനൊന്ന് തൊട്ടുനോക്ക്. അങ്ങനെ പറഞ്ഞു കൊടുക്ക്. എന്റെ അച്ഛൻ സൂപ്പർ ഡാഡിയാ, അറിയോ നിനക്ക്? എന്റെ അമ്മ സൂപ്പർ മമ്മിയാ, അതെനക്ക് അറിയാതെ നിട്ടാ. ആദിക്കുട്ടാ, പൊട്ടക്കുളത്തിലെ തവളകൾക്ക് ചില ധാരണയുണ്ട്. അവര് മാത്രമേ ഈ ലോകത്തുള്ളൂ എന്ന് അവരങ്ങ് ചിന്തിക്കും. അതിന്റെ കുഴപ്പാ. ഉത്തരത്തിലിരിക്കുന്ന പല്ലിക്കൊരു കുഴപ്പമുണ്ട്. ഉത്തരം താങ്ങുന്നത് അതാണെന്ന് അതിന്റെ ചിന്ത. ചേട്ടാ, ദാ എന്റെ ഷെയർ എടുത്തോ. ചില്ലറയില്ലേ? എന്റെ കയ്യിൽ ചില്ലറൊന്നുമില്ല. എന്റെ പൊന്നു മോളെ കൈനീട്ടോ. എനിക്ക് കൃത്യമായിട്ടുള്ള പൈസ തരണം. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ ചേട്ടാ? ഇതൊന്നും എടുത്ത് കയ്യിൽ വെക്കാതെയാണോ ഇത്രയും നേരം വാചകം അടിച്ചുകൊണ്ടിരുന്നത്? ഇങ്ങോട്ട് മാറി നിൽക്ക്, ഞാൻ കൊടുക്കാം. അഹങ്കാരിയാണെങ്കിലും അയൽവാസിയല്ലേ. വേണ്ട വേണ്ട, ഞാൻ ചില്ലറ മാറ്റി കൊടുത്തോളാം. ഈ സമയത്ത് ചില്ലറയെ മാറ്റി പിടിച്ച് സ്കൂളിന് മുന്നിലൂടെ ആളുകൾ നടക്കല്ലേ. എനിക്ക് പിന്നെ തിരിച്ചു തന്നാ മതി, ഞാൻ വാങ്ങിച്ചോളാം. എടുത്തു വെച്ചാണല്ലോ. പേഴ്സ് കാണുന്നില്ലല്ലോ. പണി പാളിയാ. എന്താ സാറേ, എനിക്ക് പോണ്ടേ? അതെ, ഞാൻ വീട്ടിൽ നിന്ന് പേഴ്സ് എടുക്കാൻ മറന്നു. അവിടെ നിന്ന് ഇതുവരെ നിങ്ങൾ രണ്ടുപേരെ സഹിച്ചതും പോരാ, കാശുമില്ലേ? ആദിമോനെ, ഇതാ പറയുന്നത്, അഹങ്കരിക്കാൻ പാടില്ലെന്ന്. കണക്കിന്റെ കാര്യത്തിലെ
ഞാൻ അല്പം കണിച്ചക്കാരിയാ. ഞാൻ കൊടുത്ത കാശ് എനിക്ക് തിരിച്ചു കിട്ടണം. നാളെ തന്നെ കിട്ടണം. നാളെ നോക്കണ്ട, ഇന്ന് തന്നെ വന്നേക്കാം. വാ. അച്ഛൻ പേഴ്സ് എടുത്തു വെക്കണ്ടേ? അവരുടെ മുമ്പിൽ നാണം കിട്ടില്ലേ? പോയെ പോയെ, ഇനി നീയും കൂടെ അങ്ങ് തുടങ്ങിക്കോ. വെള്ളം മാത്രമേ ഉള്ളൂ. തേങ്ങ മേടിച്ചു കൊടുത്താണല്ലോ. നാണക്കേടായി. ഈ സമയത്ത് ആരാ? അയ്യോ ഹരി. ആ ഞാനാ. എന്റെ പേഴ്സ് അവിടെ മേശപ്പുറത്തുണ്ടോ നോക്കി. പേഴ്സാ? ആണ്ടതേ ടിവിയുടെ മുന്നിൽ ഇരിപ്പുണ്ട്. നീ എടുക്കാതാണ് പോയേ? എടുക്കാതെ പോയതുകൊണ്ടല്ലേ അത് അവിടെ ഇരിക്കുന്നത്. ഓ അത് ശരിയാണല്ലോ. അമ്മാവൻ ആ പേഴ്സ് കൊടുത്തോണ്ടേ ഇവിടെ സ്കൂളിന്റെ അടുത്തേക്ക് വാ. അല്ല അതെന്തിനാ സ്കൂളിന്റെ അടുത്തേക്ക്? ഇനി ഇപ്പൊ കഥ മുഴുവനും പറഞ്ഞാലേ വരത്തുള്ളൂ. ഓ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അതങ്ങ് ചെയ്താ പോരെ. ഓ അല്ല നിനക്കെന്ത് പറ്റിയടാ? ഒരു കാര്യമില്ലാണ്ട് ദേഷ്യപ്പെടുകയാണല്ലോ. അമ്മാവൻ അത് കൊണ്ടുവരാൻ പറ്റുമോ ഇല്ലയോ അത് പറ. ആ ആ ശരി, ഞാനേ ഭക്ഷണം കഴിച്ചു തുടങ്ങിയായിരുന്നു. കുഴപ്പമില്ല. ഇനി അവിടെ കൊണ്ടുവന്ന് തന്നിട്ട് പിന്നെ കഴിച്ചോളാം. അതൊന്നും വേണ്ട, കഴിച്ചിട്ട് വന്നാ മതി. അയ്യോ വേണ്ടായേ. നീയേ കോപം കൊണ്ടങ്ങ് കത്തി നിൽക്കയല്ലേ. ഞാൻ പ്രത്യേകിച്ച് നേരം ഒന്നും കളയുന്നില്ല. ആ ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.